ഇന്ന് ഞാൻ 9ാം ക്ലാസ്സിന് ക്ലാസ് എടുക്കുകയാണ്. ഫിസിക്സും ഹിസ്റ്ററിയാണ് ക്ലാസ്. അപ്പം ഇങ്ങനെ എടുത്ത് വന്ന കൂട്ടത്തിൽ ഫിസിക്സിൻ്റെ ക്ലാസ് ആയപ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിക്കുകയാണ്, വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരോട് ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ ചോദിക്കും. അതെന്തായിരിക്കും, അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ അവരുടേതായിട്ടുള്ളൊരു അഭിപ്രായവും കണ്ടെത്തലുകളൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ എല്ലാവരും ഏതായാലും പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കുട്ടി എന്നോട് പറയാണ്, ടീച്ചർ ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, പിന്നെ പഠിക്കണ്ടേ? ഞാൻ ചോദിച്ചത് തൻ്റെ അഭിപ്രായത്തിൽ ഏത് പഠിക്കണമെന്നാണ്. അത് ഇംഗ്ലീഷും പഠിക്കണം, കണക്കും പഠിക്കണം. ഇംഗ്ലീഷ് പറയാനും എഴുതാനും പഠിക്കണം, മാത്സ് കണക്കൂട്ടം കാര്യങ്ങൾ. ഇതല്ലാതെ വേറെ ഒരു കാര്യവും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്തിനാണ് ഇതൊക്കെ പഠിച്ചിട്ട് നമുക്കൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, താൻ നാളെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ പഠിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പം വേറൊരു കുട്ടി പറഞ്ഞു, അത് പെൺകുട്ടിയാണോ, അത് ട്യൂഷനാക്കിയാൽ പോരെ? ഞാൻ പറഞ്ഞ ശരി, അങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടെങ്കിൽ പിന്നെ ഞാനൊന്നും പറയാൻ പാടില്ല. പക്ഷേ എപ്പോഴും ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് വെച്ചാൽ അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അറിവെപ്പോഴും നമുക്ക് പ്രയോജനം ചെയ്യും. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു, ഇങ്ങോട്ട് വന്നു, ഇത്രയും ദൂരത്ത് ഇവിടെ വന്നു. ഇപ്പം എനിക്ക് അന്ന് ഞാൻ പഠിച്ച ആ ഒരു വിദ്യാഭ്യാസം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് എനിക്കതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടിയത്, അല്ലേ? അല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പം ജോലിയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. അപ്പം ഞാനത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം ആ ചോദിച്ച ഒരു കുട്ടിയെന്ന് പറഞ്ഞത്, അത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടെന്ന്, അവിടെ സ്ഥിരം കളിക്കാൻ വരുന്ന ഒരു കുട്ടിയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇവിടെ കളിക്കുന്നത് ഇവിടെ വെള്ളമായല്ലോ ടീച്ചർ, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ ഭാഗത്താണ് കളിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നല്ല കാര്യം, പഠിത്തവും കളിയും എല്ലാം ആവശ്യമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ, ഒരാൺകുട്ടിയാണ്, എൻ്റെ മനസ്സിൽ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്നാണ്. എവിടെ നിന്നാണ് അവൻ ആ ഒരു കാര്യം കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ്. കാരണം പലരും തൻ്റെ വീഡിയോയിലൂടെ ഇത് പഠിച്ചിട്ട് എന്താണ് കാര്യം, അത് പഠിച്ചിട്ട് എന്താണ് കാര്യം, ഇതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, എങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതേ ക്വസ്റ്റ്യൻ, ഇതൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുന്ന കുറേ കുട്ടികളുണ്ട്. പെൺകുട്ടി വരെ പറയുന്നത് പഠിക്കാൻ ട്യൂഷൻ വിട്ടാൽ മതിയല്ലോ. എങ്കിൽ ട്യൂഷൻ പഠിപ്പിക്കണമെങ്കിൽ ആ ആളും പഠിക്കണ്ടേ? അവർ പഠിക്കാതെ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക? കുട്ടികളുടെയൊക്കെ ചിന്താഗതിയെല്ലാം മാറിയിരിക്കുന്നു. അവരെത്ര സ്ട്രോങ് ആയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, പഠിക്കേണ്ടതൊന്നും കാര്യമൊന്നുമില്ല, വെറുതെ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? അവർക്ക് താല്പര്യമേ ഇല്ല പഠിക്കാൻ. നമുക്ക് പകരം എന്താണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പറ്റം കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് ഒരു 18 വയസ്സാകുമ്പോൾ എവിടെയായിരുന്നു ഗേൾ ഫ്രണ്ട് കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു കാമുകി കാണും, അവളെ കഴിഞ്ഞ ദിവസമൊക്കെ നടത്തുന്ന കല്യാണം പോലെ വിളിച്ചിറക്കിക്കൊണ്ട് വരിക, അങ്ങനെ അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുക, അതങ്ങോട്ട് വൈറലാകും. അതേ തുടർന്ന് നമ്മളെക്കുറിച്ച് ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങും, നമ്മളൊരു ചാനൽ തുടങ്ങും, നമുക്ക് ഇൻ്റർവ്യൂസിന് നമ്മളെ വിളിക്കും, അങ്ങനെ നമ്മളങ്ങ് ഫേമസ് ആകും. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഫേമസ് ആകും. അപ്പം നമ്മുടെ ചാനൽ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും, അതുവഴി നമുക്ക് പൈസ കിട്ടും, സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇങ്ങനെയൊക്കെ ഒരു വിഭാഗം കുട്ടികളുടെ മനസ്സിലുണ്ട്. അവർക്ക് പഠിക്കണമെന്നൊന്നുമില്ല. എന്താണ് അവരുടെ മനസ്സിലൊക്കെ കരുതി വെച്ചിരിക്കുന്നതെന്ന് ഇനി അടുത്ത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ പതുക്കെ എന്തെങ്കിലും പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുറമേയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചില സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ. ഇന്നെനിക്ക് ഈ ഒരു പഠിത്തം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജോലി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു കടയിൽ ഒരു സെയിൽസ് ഗേൾ ആയിട്ടുള്ള ജോലിയായിരിക്കും എനിക്ക് കിട്ടുന്നത്. അതും ഇത്ര മണിയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചെല്ലണം. ചിലപ്പോൾ 8:45, 9 മണിക്കുള്ളിൽ നമ്മൾ കടയിൽ ചെല്ലണം. എന്നിട്ട് തിരിച്ച് ചിലപ്പോൾ വീട്ടിലെത്തുന്നത് ചിലപ്പോൾ 8:30, 9 മണി സമയത്തായിരിക്കും. അത്രയും സമയം നമ്മൾ ജോലി ചെയ്യണം. ഈ സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ ഫുള്ള് നിപ്പാണ്, നിന്നുകൊണ്ടുള്ള ജോലിയാണ്. പക്ഷെ കിട്ടുന്നതോ ചിലപ്പോൾ 6,000, 7,000, 8,000 രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്, അല്ലേ? അതിന് വേണ്ടിയിട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്.
എന്താണ് അവരുടെ ഉദ്ദേശം? തങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നു, തങ്ങളുടെ മക്കൾക്കൊരിക്കലും ഈ ഒരു അവസ്ഥ വരരുത്, അവർ നന്നായിട്ട് പഠിക്കണം, അവരെ നന്നായിട്ട് പഠിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളിൽ ഒരു മുട്ടുമില്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കണം എന്ന ഒരു ചിന്താഗതിയിൽ നിന്നാണ് അവർ അത്രയും കഷ്ടപ്പെടാൻ തയ്യാറായത്. അവർക്ക് പഠിത്തത്തിൻ്റെ വില നന്നായിട്ടറിയാം അല്ലേ? ഇപ്പം വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു, എന്തുകൊണ്ട് അവർക്ക് അങ്ങനത്തെ പോകേണ്ടി വരുന്നു? നാടും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വിട്ടിട്ട് അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വരുന്നു. തീർച്ചയായിട്ടും അവർക്ക് പോകേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ്. ജീവിതം മുന്നോട്ട് പോകണം, ഒപ്പമുള്ളവർ, കുടുംബത്തിലുള്ളവർ, ഇവരെയൊക്കെ നോക്കണം അല്ലേ? പക്ഷേ ഈ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഇതേ കാര്യങ്ങൾ അവർ വീട്ടിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അവർക്ക് എന്തായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? ഒരുപക്ഷെ രക്ഷിതാക്കളും ചിന്തിക്കുന്നത് എന്തായിരിക്കാം? ഇവിടെയൊക്കെ എല്ലാവരും, എൻ്റെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജോലിക്ക് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്ക് സത്യമായിട്ടും ഇപ്പം എനിക്ക് കുഞ്ഞുണ്ട്, നമുക്ക് 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ രാവിലെ 2 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ, ഇത്ര സമയമാണ് അവളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്. ഒരു ദിവസം 4 മണിക്കൂർ, എല്ലാ ദിവസവും എനിക്ക് പോകേണ്ടിയും വരുന്നില്ല. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അത്ര നേരം അവളെ മാറ്റി നിർത്തുന്നു, എങ്ങനെയായിരിക്കും ഇങ്ങനെ, അതൊക്കെ ആ ഒരു ചിന്തകളാണ് നമ്മൾ അലട്ടുന്നത്. പക്ഷേ ഇതേപോലെ തന്നെ 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ വരെ വീട്ടിലിട്ടിട്ട് അതിരാവിലെ ജോലിക്ക് പോയിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ചു വരുന്ന എത്രയോ അമ്മമാരുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരിക്കും അല്ലേ? വീട്ടിലുള്ളവർ നോക്കില്ലെന്നല്ല, നോക്കും, പക്ഷെ അമ്മ നോക്കുന്ന പോലെ എന്തായാലും ആർക്കും നോക്കാൻ പറ്റില്ല. അവർക്ക് ജോലിയുടെ തിരക്ക് കാണും, കുഞ്ഞുങ്ങളുടെ തിരക്ക് കാണും. ഇപ്പം ഞാൻ തന്നെ ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കേണ്ട ക്ലാസ്, അതിനെക്കുറിച്ചൊന്ന് റഫായിട്ട് നോക്കിയിട്ട് പോകണം. ക്വസ്റ്റ്യൻ ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എടുക്കണം. കാരണം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ട്. അപ്പോൾ 2 പേർക്കും ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ കണ്ടെത്തി വയ്ക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ചെന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ സമയം പോകും. നമ്മൾ ക്ലാസ്സിൽ ചെന്ന് വായിച്ച് എടുക്കുമ്പോൾ അത്രയും സമയം പോകും. ഞാൻ നേരത്തെ ഒന്ന് വായിച്ച്, നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച വിഷയങ്ങളാണിതെല്ലാം, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവും. അവിടെ ചെന്ന് പുസ്തകം എടുക്കേണ്ടി വരരുത്. ആ രീതിയിൽ അങ്ങ് സംസാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്, ഒരു കഥ പോലെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഓരോന്നും പാർട്ടും പഠിപ്പിച്ച് കഴിയുമ്പോൾ അതപ്പം തന്നെ ക്വസ്റ്റ്യൻ ആൻസറും കൊടുക്കുകയാണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇല്ലേ, അത് നമുക്കപ്പോൾ ഇത്രയും ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നാളത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം, പല വിഷയങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ ഇപ്പം തന്നെ എനിക്കുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുന്നതാണ്. പിന്നെ നമ്മൾ അത്രയും വർഷം പഠിപ്പിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പതുക്കെ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരും. അതുകൊണ്ട് ആ ഒരു ടഫായിട്ട് എനിക്കിതുവരെ തോന്നിയില്ല. എന്തോ ഒരു ഭാഗ്യം അല്ലേ. ഇതേപോലെ തന്നെ ജോലിക്ക് ഇടവേള എടുത്തിട്ട് വീണ്ടും പോയിട്ടുള്ള സ്ത്രീകളുണ്ട്, അമ്മമാരുണ്ടല്ലേ. ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ ഇട്ടിട്ട് പോവുക, അവർക്ക് ലീവ് കിട്ടുക, ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. എല്ലാവരും ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് മുന്നോട്ട് പോവുകയാണ്. അത്രയും പ്രശ്നങ്ങൾ നേരിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്തോരം പേര് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. തങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ നോക്കുന്നു. ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു. അപ്പോഴാണ് കുട്ടികൾ ചോദിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത്. ഇന്ന് ഞാനത് കുറച്ച് മാത്രമേ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഇനിയുള്ള ക്ലാസ്സുകളിൽ അവരുടെ മനസ്സ് മാറ്റണമെന്ന് കരുതിയിരിക്കുകയാണ്. പഠിത്തം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന്, പിന്നെ എന്താണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ ടെക്നോളജീസൊക്കെ ആ രീതിയിലായിരിക്കണം പോകേണ്ടത്. അതായത് പഠിത്തം ഇല്ലാതെ എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തി ആ രീതിയിലുള്ള പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. അതിന് നമ്മളുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കൊടുക്കണം. അവർക്ക് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ എന്തായാലും ഉണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 3ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് ഈ സോളാർ സിസ്റ്റം മറ്റു കാര്യങ്ങളൊക്കെ വലുതായിട്ട് വലിയ പാരഗ്രാഫ് പോലാണ്. 3ാം ക്ലാസ്സിലാണ്, CBSE ആണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ പഠിക്കാതെ വരുമ്പോഴത്തേക്ക് എനിക്ക് അവരെ വഴക്ക് പറയാൻ പോലും തോന്നത്തില്ല.
കാരണം അത് അവരെക്കൊണ്ട് അവരുടെ നിഷ്കളങ്കമായ മുഖത്തിന് അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഇത്രയും വലിയ നോട്ടെന്നുള്ളതാണ്. നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ മിക്കപ്പോഴും ഞാൻ പറയും, നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങളറിയില്ല, നിങ്ങൾക്ക് സ്കൂളിനെ കുറിച്ചോ പഠിത്തത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ പഠിച്ചോളൂ എന്ന് കരുതിയിട്ട് നിങ്ങളെ വലിയ വലിയ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തേക്കുന്നത്. അപ്പോൾ അവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ കാണാതെ പഠിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, കുട്ടികൾക്ക് പണ്ടത്തെ പഠിത്തം മതിയായിരുന്നു. പക്ഷേ ആ രീതിയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാലം മാറുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പഠിത്തം എന്നുള്ളത് എന്തായാലും ഗവൺമെൻറ് സ്കൂളിലെ ആ ഓർഡർ അനുസരിച്ച് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഇപ്പം CBSE ICSE നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ CBSE ആകുമ്പോൾ 1ലും 2ലും ഒക്കെ പഠിക്കും. അങ്ങനെയാണ് ഒരു വ്യത്യാസം വരുന്നത്. നേരത്തെ പഠിച്ചു വയ്ക്കും. പക്ഷേ +1 +2 ആകുമ്പോഴത്തേക്കും എല്ലാവരും ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇവർ നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ വീണ്ടും പഠിക്കേണ്ടി വരും. അങ്ങനെ ആകെ ഒന്ന് കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന ഒരു രൂപമാവും പിള്ളേർക്ക്. പിന്നെ ഇപ്പം ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തവർ പ്രൈവറ്റ് കിട്ടുമോ, ഇംഗ്ലീഷൊക്കെ കുറച്ച് ഇതാവും എന്നൊക്കെ ഉള്ള ചിന്തയായിട്ട് അത് കുറച്ച് വരെ ഒരു 5ഓ 7ഓ ഒക്കെ വരെ പഠിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. പിന്നെ അങ്ങോട്ട് അവർക്ക് അഡ്മിഷനും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതാകുമ്പോൾ കൊച്ചിലെ സ്കൂളിലാണെങ്കിൽ ഏത് സ്കൂളുകാരും വേണമെങ്കിൽ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷേ +1 തൊട്ട് അങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും പഠിത്തം നിൽക്കത്തില്ല. അപ്പോൾ എല്ലാ അധ്യാപകരും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രക്ഷിതാക്കളും അത് മനസ്സിലാക്കി കുട്ടികൾക്കൊപ്പം കുറേ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ?